എല്ലാവർക്കും നമസ്കാരം. UK എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിനകത്തുള്ള ആക്ച്വൽ മീൻ മെത്തേഡും അസ്യൂംഡ് മീൻ മെത്തേഡും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള ആക്ച്വൽ മീന്, അസ്യൂംഡ് മീന്, ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, ഈ മൂന്ന് മെത്തേഡിലെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കണ്ടിന്യൂസ് സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടിന്യൂസ് സീരീസ്, അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് സീരീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്നുള്ളത് ക്ലാസ് ഇൻ്റർവെൽ കൂടി വരും. അതായത് ഇപ്പം 0, 10, 10, 20, 20, 30, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ ആയിട്ട് ഇപ്പം 3, 5, 6 ഇതുപോലെയുള്ള സീരീസിനെയാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് സീരീസിനകത്തുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ നമുക്കവിടെ എഴുതാം. കണ്ടിന്യൂസ് സീരീസിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ എന്നുള്ളത് സിമ്പിളായിട്ടതാണ്. നമ്മൾ മുമ്പ് പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്കത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമല്ല കണ്ടിന്യൂസ് സീരീസിനകത്തുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഓൾ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ. ഇത് തന്നെയാണ് നമ്മളെന്ത് പറഞ്ഞിട്ടുള്ളത്, ഡിസ്ക്രീറ്റ് സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെയും എന്താണ്, നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇൻറ്റു ഐ എന്ന് പറഞ്ഞിട്ട് എഴുതും. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലാണ് ഐ എന്നുള്ളത്. ഇതേ ഫോർമുല നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനകത്തുള്ള കണ്ടിട്ടുണ്ട്. സെയിം ഫോർമുലയാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇവിടുത്തെ ഡീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എം മൈനസ് എ ഡിവൈഡഡ് ബൈ ഐ ആണ്. ഐ എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലാണ്. എം എന്താണ്, മിഡ് വാല്യൂ ആണ്. അതായത് ക്ലാസിൻ്റെ മിഡ് വാല്യൂ ആണ് എന്ത്, എം എന്നല്ല. ഇപ്പോൾ 0, 10 എന്ന് പറയുന്ന ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ ആയിട്ട് എന്ത് വരും, 5 ആണ് അതിൻ്റെ മിഡ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മിഡ് വാല്യൂ ആണ് എം എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്യൂംഡ് മീനാണ് എൻ്റെ വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരമാകുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ പ്രോബ്ലം എഴുതുന്നുണ്ട്, കുറച്ച് വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 0, 1000 എന്നുള്ളതാണ് ഒന്നാമത്തെ ക്ലാസ് ഇൻ്റർവെൽ തന്നെ. ദെൻ നെക്സ്റ്റ് 1000, 2000, ദെൻ 2000, 3000, then 3000, 4000, then 4000, 5000, 5000, then 5000, 6000. ഇവിടെ ഫ്രീക്വൻസിയുടെ വാല്യൂ ഉണ്ട്. ഫ്രീക്വൻസിയുടെ എമൗണ്ടും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. 18 നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 18, then 26, then 30, then 12, 10, 4. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. നമ്മൾക്കുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം എന്താണ്, റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ഐ എന്നുള്ളതാണ് എന്ത്, ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മിഡ് വാല്യൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. മിഡ് വാല്യൂ എന്നുള്ളത് എന്താണ്, ഇതിൻ്റെ മിഡിലുള്ള വാല്യൂ. അതായത് ഇവിടുത്തെ ആയിരിക്കും 500 ആയിരിക്കും. ഇവിടെ 1500, 2500, ദെൻ 3500, ദെൻ 4500, ദെൻ 5500. ഇതാണ് എന്ത്, മിഡ് വാല്യൂ എന്നുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എം മൈനസ് എ ഡിവൈഡഡ് ബൈ ഐ ആണ്. ഇവിടെ എം എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മീന് അസ്യൂം ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു മീൻ അസ്യൂം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മളിപ്പം അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്ന 2500 എന്നുള്ളത് എന്ത് ചെയ്യുന്നു, അസ്യൂംഡ് മീനായിട്ട് 2500 അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 500 മൈനസ് 2500 ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്, 1000. ഓക്കെ, അങ്ങനെ നമ്മളത് ഈ ഡീൻ്റെ വാല്യൂ എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡീൻ്റെ വാല്യൂ ഈ രീതിയിൽ ചെയ്യാനുള്ള
ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വാല്യൂ ഏറ്റവും ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതായത് -2 -1 ദെൻ 0 ദെൻ 1 ദെൻ 2 ദെൻ 3 ഇതാണ് എന്ന് പറഞ്ഞാൽ ഡീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി എഫ് ഡി എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഡി എന്ന് പറഞ്ഞാൽ എഫ്, ഇത് ഡി ആണ്. എഫ് ഇൻറ്റു ഡി 18 ഇൻറ്റു എന്താണ് 2 എത്രയാണ് 36 മൈനസ് ദെൻ നെക്സ്റ്റ് എത്രയാണ് 26 മൈനസ് ദെൻ നെക്സ്റ്റ് 0 ദെൻ നെക്സ്റ്റ് 12 20 അതായത് 12 ഇൻറ്റു 1 10 ഇൻറ്റു 2 20 ദെൻ 12. ഇതിന് ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ടോട്ടൽ ആവശ്യമുണ്ട്. അതാണെന്ത് 18 എന്നുള്ളതിൻ്റെ ടോട്ടലിൻ്റെ എമൗണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഫ് ഇൻറ്റു ഡി സ്ക്വയർ. എഫ് ഇൻറ്റു ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് എഫിൻ്റെ കോളമാണ്. ഡി എത്രയാണ് 2, 2ൻ്റെ സ്കോർ എത്രയാണ് 4, 4 ഇൻറ്റു എത്രയാണ് 18. ആ രീതിയിൽ എന്ത് ചെയ്യണം, എഫ് ഇൻറ്റു ഡി സ്ക്വയർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡി സ്ക്വയർ എന്ന കോളം കൂടി ആഡ് ചെയ്യുക കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എഫ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞതാണ് നെക്സ്റ്റ് കോളത്തിനകത്ത് വരുന്നത്. അങ്ങനെ എഫ് ഡി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 26 വന്നത് എങ്ങനെയാണ്, 1ൻ്റെ സ്ക്വയർ 1 ഇൻറ്റു 26 അതാണ് 26 വന്നിട്ടുള്ളത്. ദെൻ 0 ദെൻ 12 ദെൻ 40 ദെൻ 36 ദെൻ ഇതിൻ്റെ ടോട്ടൽ കൂടി ആഡ് ചെയ്യുക 186 ആണ് ഇതിൻ്റെ എമൗണ്ട് എന്നുള്ള വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇക്വേഷനകത്ത് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇവിടെ താഴെ എഴുതുന്നുണ്ട്. ഇവിടെ സ്ഥല സൗകര്യം ഉള്ളതുകൊണ്ട് താഴത്തേക്ക് ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇക്വേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു ഐ എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മ എഫ് ഡി സ്ക്വയറിൻ്റെ എഫ് ഇൻറ്റു ഡി സ്ക്വയർ, ഇതാണ് എഫ് ഇൻറ്റു ഡി സ്ക്വയർ. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് 186 ഡിവൈഡഡ് ബൈ 186 ഡിവൈഡ് ബൈ എൻ എത്രയാണ്, എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ എഫ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ ഈ എഫിൻ്റെ മൊത്തം ടോട്ടൽ 18 26 30 12 10 4 ഇതിൻ്റെ ടോട്ടലാണെന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എഫ് നിങ്ങൾ ടോട്ടൽ ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് 100 എന്നുള്ളതാണ് എഫ് എന്ന് കിട്ടുക. മൈനസ് സിഗ്മ എഫ് ഡി എന്ന് പറയുമ്പോൾ ഈ വാല്യൂ, അതായത് 18 സിഗ്മ എഫ് ഡി എന്നുള്ളത് എത്രയാണ് വരുന്നത് 18 വരുന്നത്. ഇവിടെ 36 -18 ആണ് വരുന്നത് തോന്നുന്നു. -18 ആണ് വരുന്നത്. എത്ര മാറിപ്പോയാണ്, -18 വരുന്നത്. അപ്പോൾ -18 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ് 100 ആണ് സ്ക്വയർ. ഇതിൻ്റെ മൊത്തം എന്താണ് റൂട്ട്. ഇവിടുത്തെ ഐ എത്രയാണ്, ഐൻ്റെ വാല്യൂ എത്രയാണ്, ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവലാണ്. ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1000 ക്ലാസ് ഇൻ്റർവൽ എന്നല്ല. ഇത് നിങ്ങൾ ചുരുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 135.1.9. ഓക്കെ, 135.1.9 ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടിന്യൂസ് സീരീസിനകത്ത്. നമ്മൾ കണ്ടിന്യൂസ് സീരീസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള സെയിം ഇക്വേഷൻ, ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനകത്തുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ഈ ഡീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഡീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, എം മൈനസ് എ ഡിവൈഡഡ് ബൈ ഐ എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എം എന്ന് പറഞ്ഞാൽ ഞാൻ മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം 1000 2000 ആണെങ്കിൽ 1000 + 2000 ഡിവൈഡ് ബൈ 2 അതാണ് 1500. അങ്ങനെയാണ് മിഡ് വാല്യൂ എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു എക്സിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ വലിയ ഫിഗറാണ്. പക്ഷേ അവസാനം നമുക്ക് ഡി എത്തുമ്പോൾ അത് ഏറ്റവും ചെറിയ ഫിഗറായിട്ട് മാറി. പിന്നീട് എന്ത് എഫ് ഡിയും കാൽക്കുലേറ്റിലാണ് ഈ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഡീൻ്റെ സ്ക്വയർ ഇൻറ്റു എഫ്, അതാണ് ഇവിടെ എഫ് ഡി സ്ക്വയർ എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ടേബിളിനകത്ത് വരക്കുക. അതിനുശേഷം അതിനകത്ത് മൊത്തം എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അതിനുശേഷം ഇക്വേഷനകത്ത് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ എന്നുള്ളത് കിട്ടും. ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 1351.9 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എല്ലാ സീരീസിനകത്തുള്ള ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരും ക്ലാസ്സുകളിൽ കൂടുതൽ
ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. താങ്ക് യു.